ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രൈസ് ആൻഡ് പൈസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പൊട്ടാറ്റോ ബ്രെഡ് ബോൾസിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ടീ ടൈം സ്നാക്കാണ്. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്നാക്കാണ്. വീഡിയോയിൽ പോയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നും കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. Our hearts beat to the city streets. We began to feel the fire. ഞാനിവിടെ 10 ബ്രെഡ് സ്ലൈസസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ സ്ലൈസ് എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എക്സസ് വെള്ളമൊക്കെ ഒന്ന് സ്ക്വീസ് ഔട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുക്ക്ഡ് ആൻഡ് സ്മാഷ്ഡ് പൊട്ടാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ്ഡ് പൊട്ടാറ്റോസ് ആണ് എടുത്തിരിക്കുന്നത്. 1 ബിഗ് സൈസ്ഡ് അനിയൻ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് ബോൾ ഷേപ്പ് ആക്കി വെക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡീപ് ഫ്രൈ ചെയ്യണം. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോന്നിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസ് ഓയിൽ സ്ട്രെയിൻ ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ ചായൻ്റെ അല്ലെങ്കിൽ കോഫീൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടീ ടൈം സ്നാക്കാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കോമെൻറ്റ് സെക്ഷനിൽ കോമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിട്ട് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഡു നോട്ട് ഫർഗെറ്റ് ടു ഗിവ് തംസ് അപ്പ്. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് FB പേജും ഫോളോ ചെയ്യണേ. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.